എയർപോർട്ടിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ചു. എന്നിട്ട് ഓൾഡ് ഡൽഹിയിലെത്തി ഒന്നുകിൽ ട്രെയിനിന് പോവുകയാണെങ്കിൽ രാത്രി 10:30 അല്ലെങ്കിൽ പുലർച്ചെ 3:50 എന്നാണ് ഓർമ്മ ട്രെയിനിൽ. പിന്നെ പകല് 11 മണിക്ക് മറ്റുണ്ട്. ഇങ്ങനെ എപ്പോഴൊന്നുമില്ല. ബസ്സാണെങ്കിൽ ISBTന്ന് എപ്പോഴും ഉണ്ട്. ISBTക്ക് ഓട്ടോറിക്ഷയിൽ പോവുക, അവിടെ ചെന്ന് അതിൽ കയറി കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഇറങ്ങും ഹരിദ്വാറിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും അടുത്തടുത്താണ്. അവിടുന്ന് ഋഷികേശിലേക്ക് എപ്പോഴും ബസ് കിട്ടും. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ട്രെയിനിന് പോകണ്ട, പിന്നെ ട്രെയിൻ മാറിപ്പോവും, ഡെറാഡൂൺ വഴി പോകുന്നതാണ്. മസൂറി എക്സ്പ്രസ്സാണ് ട്രെയിൻ. അപ്പോൾ ഋഷികേശിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം പോകുന്ന സമയത്ത് ഹരിദ്വാറിൽ തങ്ങേണ്ട ആവശ്യമില്ല, ആദ്യം നേരെ ലക്ഷ്യത്തിലെത്തുക അല്ലേ. അങ്ങനെ ഋഷികേശ് ചെന്ന് കഴിഞ്ഞാൽ നേരെ റൂട്ടിന് പോകുമ്പോൾ, അതായത് കേദാർനാഥൊക്കെ പോകുന്ന റൂട്ട് തന്നെ, ആ നേരെ റൂട്ട് തന്നെ വടക്കോട്ട് പോകുമ്പോൾ ആദ്യം വരുന്നത് കൈലാസാശ്രമമാണ്. കൈലാസാശ്രമം കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഹരിഹര കൈലാസാശ്രമം ഇടത്ത് ഭാഗത്ത്, വലത് ഭാഗത്ത് ശിവാനന്ദാശ്രമം, അതുപോലെ തന്നെ ഈ ലക്ഷ്മണൻ കെട്ടിയ പാലവും ഒക്കെ ഉണ്ടല്ലോ, അതായത് ലക്ഷ്മൺ ജൂല, മറ്റേ ജൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടാണ് ഈ ഹരിഹര കൈലാസാശ്രമം, സ്വർഗാശ്രമം, അങ്ങനെ കുറേ ആശ്രമം. അതിന് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടെ സ്വർഗാശ്രമം, ഒരുപാട് ആശ്രമങ്ങളുണ്ട് അവിടെ. അപ്പം അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറയുമ്പോൾ നല്ലത് ഋഷികേശിൽ ഈ ഹരിഹര കൈലാസാശ്രമത്തിൽ പോവുക. അവിടെ ചെന്ന് പ്രേമാനന്ദ സ്വാമിജിയാണ് അവിടുത്തെ മഠാധിപതി, ഹിന്ദിയാണ്. അപ്പം അദ്ദേഹത്തിനോട് പറഞ്ഞാൽ, കേരളത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ തന്നെ അദ്ദേഹം വേണ്ടതെല്ലാം ചെയ്തു തരും. എപ്പോഴും ചിരിക്കുന്ന ഒരു സന്യാസിയാണ്, എപ്പോഴും ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് ഇരിക്കുന്നു പ്രേമാനന്ദ. പിന്നെ നമ്മൾക്ക് ദീക്ഷ തന്ന ആൾ പ്രജ്ഞാനാനന്ദ തീർത്ഥസ്വാമികളാണ്. അദ്ദേഹം അവിടുത്തെ ആചാര്യനാണ്. ചിലപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടാവും നിങ്ങൾ പോകുമ്പോൾ. ഫോട്ടോസ് പോയതിന് അല്ല, ഹരിഹര കൈലാസാശ്രമത്തിൽ പോയിട്ട് അവരോട് വാഹനത്തിനെ പറ്റി സംസാരിച്ചാൽ അവർ അവിടെ നിന്ന് വിളിച്ച് പറയും. അപ്പോൾ വണ്ടി അവിടെ ആശ്രമത്തിനടുത്ത് വന്ന് നിൽക്കും. ആ വണ്ടിയിൽ കയറിയിട്ട് പോയാൽ മതി. പ്രേമാനന്ദ സ്വാമിജിയോട് പ്രജ്ഞാനാനന്ദ സ്വാമിജിൻ്റെ പേര് പറഞ്ഞാൽ ഇനി ബാക്കിയെല്ലാം ചെയ്തു തരും. പ്രജ്ഞാനന്ദ സ്വാമിജി വാഴൂർ ആശ്രമത്തിലെ മഠാധിപതിയാണ്, ഒപ്പം അവിടുത്തെ ആചാര്യനാണ് ഹരിഹര കൈലാസാശ്രമത്തിലെ. സ്വാമിജിയായിട്ട് അതിന് മുമ്പായിട്ട് ഒന്ന് വേണമെങ്കിൽ സംസാരിക്കാം, എന്നിട്ട് പോവാം. പോകുന്നതിൻ്റെ കുറച്ച് സംഭവം അപ്പോൾ സ്വാമിജി അങ്ങോട്ട് വിളിച്ച് പറയുകയും ചെയ്തത്. അവിടെ നിന്ന് വണ്ടി ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് 1800 ആയിരുന്നു അന്ന്. 2 വർഷമായിരുന്നു പോയിട്ട്. അപ്പോൾ 1800 രൂപ ഒരു ദിവസത്തേക്ക്. അത് ആദ്യം പോകുന്നത് അവർ യമുനോത്രിയിലേക്കാണ്. യമുനോത്രിയിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ആ മേപ്പൊന്ന് തരും, അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ദൂരം ഒക്കെ. ഹരിദ്വാർ ടു ഹനുമാൻ ഗട്ടി 233 കിലോമീറ്റർ ബസ്. അവിടെ വരെ ബസ് പോവുള്ളൂ, അതിലെ വാഹനം പോവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഹനുമാൻ ഗട്ടി ടു യമുനോത്രി 13 കിലോമീറ്റർ നടക്കേണ്ട ദൂരമാണ്. ഈ ബസ് പോകുന്നതിന് കുറച്ചും കൂടി മുന്നോട്ട് പിന്നെ ജീപ്പ് പോകും. ഒരു 6 കിലോമീറ്റർ നടക്കേണ്ടി വരുള്ളൂ യമുനോത്രിക്ക്. ഇപ്പോൾ സ്വാമിജി പോയപ്പോൾ പറഞ്ഞു 6 കിലോമീറ്റർ നടന്നാൽ മതിയെന്ന്. അപ്പോൾ അത്രയും ദൂരം 236 കിലോമീറ്റർ
പോവും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ റൂം എടുക്കേണ്ടി വരും. അവിടെ നല്ല തണുപ്പാണ് ഉണ്ടാവാറ്. ഇപ്പോൾ സ്വാമിജി പോയപ്പോൾ തണുപ്പ് കുറവാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ചില സമയത്തായിരിക്കും നല്ല ഐസ് തന്നെയായിരിക്കും. ആ സമയത്ത് അവിടെ നിന്ന് തന്നെ ഹരിദ്വാറിൽ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങണം. ഹരിഹര കൈലാസാശ്രമത്തിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ അവിടെയൊക്കെ പല കടകളിലും മുകളിലേക്ക് പോകുന്നവരാണെന്ന് പറയുന്ന സമയത്ത് നമുക്കുള്ള കയ്യൊറ കാലൊറ ഒക്കെ കിട്ടും. എല്ലാം വാങ്ങിയിട്ട് അവിടെ തന്നെ സ്റ്റോക്ക് ചെയ്താൽ മതി. കമ്പിളി വേണം, ചെവി മൂടുന്ന വിധത്തിലുള്ള തൊപ്പി വേണം. അങ്ങനെ യമുനോത്രിയിൽ അവിടെ എത്തിയിട്ട് പിറ്റേന്ന് രാവിലെ മല കയറാൻ പറ്റുള്ളൂ. അന്ന് അവിടെ താമസിക്കേണ്ടി വരും. കുതിരപ്പുറത്ത് പോവാം, അത് ഗുണമല്ല. ഏറ്റം കയറുമ്പോൾ കുതിരപ്പുറത്ത് കയറുമ്പോൾ അത് കയറിയൊരു അനുഭവം എന്ന് പറയുന്നത് അതിലേറെ നല്ല നടക്കുകയായിരുന്നു എന്നൊക്കെയാണ്. നമ്മൾ കയറിയില്ല, നമ്മൾ ലഗേജ് കൊടുത്തയച്ചിട്ടില്ല. ചിലരൊക്കെ അത് കൊടുത്തയച്ചു, അതും കൊടുത്തില്ല, നമ്മൾ തന്നെ കൊണ്ടുപോയി. ഇങ്ങനെ ഉണ്ടായത്. കുറച്ച് നല്ല കടും കുത്തനുള്ള കയറ്റാണ്. അപ്പോൾ അത് അവിടുന്ന് പിന്നെ അന്ന് തന്നെ മടങ്ങാം, കയറിയിട്ട് ഇറങ്ങി വരാം. അവിടെ തിളച്ച വെള്ളം, അവിടെയാണ് ഈ അരിയൊക്കെ കിഴിയായിട്ട് താഴ്ത്തി കഴിഞ്ഞാൽ അത് പാകമായി അതാണ് അവിടെ നിവേദിക്കുന്നത് അമ്പലത്തിൽ, ക്ഷേത്രത്തിൽ. അതെ, അവിടെ നിന്ന് അങ്ങോട്ട് വേറൊരു തീർത്ഥസ്ഥലം കൂടി ഉണ്ട്. അവിടേക്കും പോവാൻ വേണമെങ്കിൽ 14 കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് അങ്ങോട്ട്. പിന്നെ വെറും മഞ്ഞ് മലകളാണ്. ഈ യമുനോത്രിയിൽ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നല്ല മനോഹരമായ മഞ്ഞ് മലകൾ അങ്ങനെ കാണാം. ഹിമാലയം എന്ന് പറഞ്ഞാൽ ഹിമത്തിൻ്റെ ആലയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത്രയും ദൂരം 250 കിലോമീറ്റർ മുകളിലേക്ക് കയറിയാലേ കാണുന്നുള്ളൂ അധികവും. ഇവിടെ യമുനോത്രിയിൽ ഇത്രയും അടുത്ത് കാണുന്നുണ്ട്. പിന്നെ മഞ്ഞുമലകൾ തന്നെയാണ്, മഞ്ഞിന്. അവിടുന്ന് പോകുന്ന പിന്നെ ഉത്തരകാശിക്കാണ് വരിക. ഉത്തരകാശിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ കാലാകമ്പിളിവാല ആശ്രമം, അവിടെയാണ് താമസിക്കുന്നത്. 100 രൂപയുള്ളൊരു ഹാളിന് വാടക. ഇന്നും അതെ. ഭക്ഷണമൊക്കെ നമ്മൾ കഴിക്കണം, ഹോട്ടലിൽ നിന്ന് കഴിക്കണം. കടുകെണ്ണ വളരെ ശ്രദ്ധിക്കണം. ഭക്ഷണം ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ യാത്ര വളരെ കഷ്ടപ്പാടാവും. പലർക്കും പ്രശ്നം വരുന്ന അതാണ്. കടുകെണ്ണ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. അപ്പോൾ തൈര് കിട്ടും. തൈര് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ ഉരുളക്കിഴങ്ങാണ് അവിടെ, പഹാടി ആലു, മലമ്പ്രദേശത്തുള്ള ഉരുളക്കിഴങ്ങ്, അതാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിൻ്റെ ഇതൊക്കെ കഴിച്ച് എങ്ങനെയും ശരിയാക്കി എടുക്കേണ്ടി വരും. അല്ലാതെ കാണുന്നത് മുഴുവൻ കഴിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് പ്രശ്നമായാൽ കുടുങ്ങി, ഛർദി വയറിളക്കം ഒക്കെ വന്നിട്ട് പ്രശ്നങ്ങൾ തന്നെയാവും. ഉത്തരകാശിയിൽ വന്ന് താമസിച്ച് ഉത്തരകാശിയിൽ കാശി വിശ്വനാഥന് ദർശനം നടത്തി സ്വാമിജി താമസിച്ച ഒരാശ്രമമുണ്ട് അവിടെ. കണ്ടതാണ്, പോകേണ്ടതാണ്. അവിടെ വലിയൊരു ആശ്രമമാണ്. അവിടെ സ്വാമിജി കുറേ കാലം ഉണ്ടായിട്ടുണ്ടത്രേ. അവിടെ എത്ര കാലം അറിയാം? അവിടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് എഴുതിയിട്ട് കൊണ്ടുവന്നുണ്ടായിരുന്നു. എഴുതി തരാം. പിന്നെ അവിടുന്ന് പിന്നെ ഗംഗോത്രിക്കാണ് പോകുന്നത്. ഹരിദ്വാറിൽ നിന്ന് ഗംഗോത്രിക്ക് 272 കിലോമീറ്ററാണ്. ഉത്തരകാശിക്ക് 170 കിലോമീറ്റർ ഉണ്ട്. 170 കിലോമീറ്റർ മുകളിലാണ് ഈ ഉത്തരകാശി ഉള്ളത്, ഹരിദ്വാറിൽ നിന്ന്. അപ്പോൾ ഉത്തരകാശിയിൽ നിന്ന് പോകുന്ന സമയത്ത് വേറൊരു റൂട്ടിലാണിത് പോവുക, ജീപ്പ് പോകുമ്പോൾ. അത് അവർക്കറിയാം. ഒരു 200 കിലോമീറ്റർ ഉണ്ടാവും ഗംഗോത്രിയിൽ. ഗംഗോത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഗോവിന്ദഘട്ട്, അവിടെ നിന്നാണ് വേണമെങ്കിൽ ഗോമുഖ്, ഗംഗയുടെ ഉത്ഭവസ്ഥാനത്തേക്ക് പോകേണ്ടത്. 19 കിലോമീറ്റർ ഉണ്ട്. അത് ഗംഗോത്രിയിൽ നിന്ന് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ, ഒരു 14 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ അവിടെ താമസിക്കാൻ പറ്റും. ഒരു ഗുഹ പോലെയുള്ള സ്ഥലത്ത് താമസിക്കാം. അവിടെ താമസിച്ചിട്ട് പിറ്റേന്ന് രാവിലെ നടക്കാൻ പറ്റും. 5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. കാണാനുള്ള ദൂരത്ത് നിന്ന് കാണാമെങ്കിലും അവിടേക്ക് നടന്നെത്തുക എന്നുള്ളത് കുറച്ച് പ്രശ്നമുള്ള കാര്യമാണ്. സമയവും നേരമൊക്കെ നോക്കിയിട്ടേ പോകാൻ പറ്റും. പെർമിഷൻ വേണം, അത് അല്ലെങ്കിൽ എന്തെങ്കിലും വേണം.
അത് ഇവിടെ നിന്നല്ല, വാഹനത്തിൽ പോകുമ്പോൾ തന്നെ വേണം ആ ഭാഗത്തേക്ക് പോകാൻ. അത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ. അല്ല, ഇതൊക്കെ ഇന്ത്യയിൽ തന്നെ. ചൈന ബോർഡർ വരെയല്ലേ പോകുള്ളൂ. ചൈനയ്ക്ക് 24 കിലോമീറ്റർ ഉണ്ടാവും. അവിടുന്ന് വന്ന് വീണ്ടും ഉത്തരകാശിയിൽ വരും. ഗംഗയുടെ ഉത്ഭവസ്ഥാനമാണ് അവിടെ. അവിടെ ചെല്ലുന്ന സമയത്ത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മോളിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു തടാകമുണ്ട്. ആ തടാകത്തിലേക്ക്, അവിടെയാണ് ശരിക്കും തപോവന സ്വാമികൾ തപസ് ചെയ്ത സ്ഥലം. ആശ്രമം അല്ല, തപോവന ആശ്രമം വേറെ. തപോവൻകുടി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉത്തരകാശിയിലുണ്ട് ഒരു ആശ്രമം. ചിന്മയ മിഷന്റെ സ്ഥലം ആയിട്ട്, കേന്ദ്രമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ സ്വാമിക്ക് അത് പേര് കിട്ടാൻ കാരണം സ്വാമിജി അവിടെ ഇരുന്നതുകൊണ്ടാണ്. അവിടേക്ക് ഞാൻ പോയിട്ടില്ല. അതെ, അവിടെ നല്ലൊരു തടാകമാണ് എന്നും അവിടേക്ക് കയറി പോകണമെങ്കിൽ 500 രൂപയെങ്കിലും കൊടുത്തൊരു ഗൈഡിന്റെ സഹായം നമുക്ക് വേണം എന്നുള്ളതൊക്കെ അവിടെ പറഞ്ഞു കിട്ടല്ലോ. ഒപ്പമുള്ളവരെ അവരെ അത് ആക്കി കൊടുത്തിട്ട് നമ്മളവിടെ പിന്തിരിയുക ചെയ്തത്. നമ്മളെ ആരോഗ്യം സമ്മതിച്ചില്ല. അത് വരാൻ മതിയെന്ന് വിചാരിച്ചു. സ്വാമിജിനോട് വിളിച്ചപ്പോൾ സ്വാമിജി പറഞ്ഞു അത് മതിയായിരുന്നു. അങ്ങനെ അവിടെ പിന്മാറിയത്. 3 പേര് ഞങ്ങളവിടെ വീണുപോയി. മൈനസ് എത്രയെന്ന് അറിയില്ല. അവിടെ ഒഴുകുന്ന വെള്ളം നിശ്ചലമായിട്ട് വടികൊണ്ട് കുത്തിക്കഴിഞ്ഞാൽ ഇളകാതെ ഇങ്ങനെ കാണും. അങ്ങനത്തെ സ്ഥലമാണ് ഈ ഗോമുഖ്. 4 മണിക്ക് നേരം വെളിച്ചായും തോന്നും. ആ സമയത്ത് ഇറങ്ങി പോകരുത്. ഇറങ്ങിപ്പോയാൽ ഞങ്ങളെ അനുഭവമായിരിക്കും. ഒരു 8 മണിക്ക് ആയിട്ടേ ഇറങ്ങാൻ പാടുള്ളൂ. കാരണം ഈ മഞ്ഞുമലകളിൽ സൂര്യൻ തട്ടിയിട്ട് ശരിക്കും വെളിച്ചായ മാതിരി തന്നെ ഉണ്ടാവും. അത് പ്രശ്നമാണ്. അതാണ് ഞങ്ങൾക്ക് പറ്റിയ കുഴപ്പം. അവരൊക്കെ ഞാനാണ് അവർക്ക് ഗൈഡായിട്ടുള്ളത്. ഹിമാലയത്തിൽ പോയി എന്നുള്ള കാരണം കൊണ്ട് നമ്മളവിടെ പോയിട്ടില്ലായിരുന്നു. വേറെ ആരെയും സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ അവിടെ അറ്റം പോയത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ആളെ വിളിച്ചു. അപ്പോൾ അതൊരു അനുഭവമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ പോകുന്ന സമയത്ത് ആടുകൾ ഉണ്ടാവും. അവിടെ ഒരു പ്രത്യേക തരം ആടുകൾ. അതെ, അതെല്ലാ ഭാഗത്തും ഉണ്ട്. നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അവരെയാണ് ഭയപ്പെടുന്നത്. മുകളിൽ നിന്ന് കല്ലുകൾ ഉരുട്ടി ഒക്കെ വീഴും. മഞ്ഞ് കട്ടകളൊക്കെ വളഞ്ഞ കൊമ്പുള്ള ഒരു പ്രത്യേക തരം ആടുകളാണ്. അവരെയാണ് സൂക്ഷിക്കേണ്ടത്. വളരെ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകേണ്ട സ്ഥലമാണത്. പിന്നെ അവിടുന്ന് വന്ന് ഉത്തരകാശിയിൽ വന്നു. അത് കഴിഞ്ഞ് പിന്നെ പോണത് കേദാർനാഥിലേക്കാണ്. കേദാർനാഥ് 17 കിലോമീറ്റർ, 3110 മീറ്റർ ഉയരത്തിൽ. അവിടേക്ക് പോകുമ്പോൾ കേദാർനാഥ്, ഹരിദ്വാർ ടു ഗൗരികുണ്ട് 235 കിലോമീറ്റർ. ഗൗരികുണ്ട് ടു കേദാർനാഥ് 14 കിലോമീറ്റർ നടക്കാനുള്ളത്. 14 കിലോമീറ്റർ. ജീപ്പൊന്നും പോകില്ല, നടക്കണം. കുതിരപ്പുറത്ത് പോവാം, പോവർ കഴുതൻ്റെ പുറത്ത്. 14 കിലോമീറ്റർ നടക്കണം. അങ്ങനെ 14 കിലോമീറ്റർ നടന്നു പോകുന്ന സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ ഓക്സിജൻ കുറവുള്ള സ്ഥലമാണ്. തോൽപ്പിക്കുകയല്ല കേട്ടോ, എന്നാലും സ്വാമിജിയുടെ കൂടെ പോയാലും ഒരാൾ മരിച്ചത് അവിടെ വെച്ചിട്ടാണ്. ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ഓടി കളിച്ച പോലെ. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. ഓക്സിജന്റെ ഒരു കുറവ് പോലും തോന്നിയിട്ടില്ല. ചില സമയത്താണ്, മഞ്ഞ് വീഴ്ച ഉണ്ടാവുന്ന സമയത്താണ് വരുന്നത്. അതുകൊണ്ട് ആ റൂട്ട് സുഖമാണ് പോവാൻ, കുതിരച്ചാണകം ഒഴിച്ചാൽ. കുതിരച്ചാണകം ഇത്തിരി വഴിക്ക് പോകാൻ. പിന്നെ കാലുമല മറ്റോ മുറിവ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതെ, അത് സൂക്ഷിക്കണം. അതുകൊണ്ട് കുതിരച്ചാണകം ഏറ്റവും പെട്ടെന്ന് അത് ഗുണം ചെയ്യും. ഒന്നത് കേദാർനാഥ്. കേദാർനാഥിലാണ് സർവ്വ വിധത്തിലുള്ള സന്യാസിമാരെയും കാണാം. ദിഗംബരന്മാരൊക്കെ ഉണ്ട് അവിടെ. ഫോട്ടോ എടുക്കണമെങ്കിൽ അവരുടെ സമ്മതമല്ലാതെ ഫോട്ടോ എടുക്കാൻ പോകരുത്. സംഗതി പ്രശ്നമാവും. അനുഭവം കൊണ്ടാണ് പറയണത്. നമ്മളെ മുൻനിർത്തിയിട്ട് ചിലരൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട്. സംഗതി വേണ്ട പ്രശ്നമായിട്ടുണ്ട്. നമ്മളെ വരും മുന്നിൽ കൊണ്ടേയിരിക്കും. എന്നിട്ട് അവിടെ ഒന്ന് നിൽക്കുക പറയും. എന്തിനാന്ന് നോക്കുമ്പോഴേക്കും പിന്നീട്ടുണ്ടാവും. അവസാനം നമുക്ക് അവിടെ പോയി നമസ്കരിക്കാനും കൂടി പറ്റാത്ത വിധത്തിലായി. ഉള്ള സത്യമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് അറിയാഞ്ഞിട്ടാണ് വിഡ്ഢിത്തരം നിങ്ങൾ പലതും പറ്റിയിട്ടുണ്ട് അവിടെ. പിന്നെ അവിടെ പോയിട്ട് അവിടെ കാണേണ്ട സ്ഥലമാണ്. ശങ്കരാചാര്യസ്വാമികൾ അങ്ങോട്ടാണ് അത്ര കയറിപ്പോയി എന്നാണ് വിശ്വസിക്കുന്നത്. ആ ഭാഗം പിന്നെ ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല, ഹിമം മൂടിയിട്ട്.
തീർത്തും ഒരു മേഘം പോലെ ഇങ്ങനെ മൂടിക്കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അവിടേക്കൊന്നും കാണാനില്ല. ആ നടന്നു പോയ ആ ദൂരം, കുറച്ച് ദൂരം വരെ കാണാം, പിന്നെ അപ്പുറത്തേക്ക് എന്താണെന്ന് അറിയുന്നില്ല. അങ്ങനെയാണ്. ശരി, കേദാർനാഥ് അവിടെ ഒരു ഏറ്റവും ഉയരം കൂടിയ ഭാഗം അവിടെയാണ്. പിന്നെ അവിടെ നിന്ന് വന്ന് ഉത്തരകാശിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ചമോലി വഴി ബദരീനാഥിലേക്ക് പോകും. ഗൗരികുണ്ടോ? ഗൗരികുണ്ട്, അതെ, ഗൗരികുണ്ട് പോണ വഴിക്ക്. നോക്കട്ടെ, അതിന് കൃത്യമായ സ്ഥലം. അതെ, ഗൗരികുണ്ടെന്ന് പിന്നെ പോണത് ഗൗരികുണ്ട് 294 കിലോമീറ്ററാണ്. കേദാർനാഥ് ഗൗരികുണ്ട് 235 കിലോമീറ്റർ. ഹരിദ്വാർ ടു ഗൗരികുണ്ട് 235 കിലോമീറ്റർ. ഗൗരികുണ്ട് ടു കേദാർനാഥ് 14 കിലോമീറ്റർ. അതാണ് നടക്കാനുള്ള ദൂരം. അതെ, വണ്ടി പോകുള്ളൂ. അവിടെ നല്ല തിരക്കായിരിക്കും. ഇഷ്ടംപോലെ ആളുകൾ വരുന്ന സ്ഥലമാണ് ഗൗരികുണ്ട് വരെ. നടക്കാൻ ആളുകൾ കുറവാണ്. അതേപോലെ ഗോമുഖ ഏറ്റവും കൂടുതൽ ആൾ കുറഞ്ഞ സ്ഥലമാണ്. 2-3 ആൾക്കുണ്ടെങ്കിലാണ്. അവിടേക്കൊന്നും അധികം മലയാളികളാണ് ചെല്ലുന്നില്ല. മലയാളികളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇവിടുന്ന് ചെല്ലുന്നവർ അധികം അവിടെ ഉള്ളവരെ. പിന്നെ അവിടേക്കൊന്നും ഈ കഠിനമായ സ്ഥലങ്ങളിലൊന്നും ഇവരാരും പോകുന്നില്ല, ആളുകൾ കുറവാണ്. അവിടുന്ന് വന്ന് ശ്രീനഗർ വഴി, ശ്രീനഗർ മറ്റേ ശ്രീനഗർ അല്ല കേട്ടോ, ഈ പോണ വഴിക്കൊരു പ്രയാഗുകളൊക്കെ ഈ ഇവിടുന്ന് വന്നിട്ടുള്ള റൂട്ടിലാണ്, ബദ്രീനാഥ് റൂട്ടിലാണ്. അവിടെ ശ്രീനഗറിൽ വന്നിട്ടാണ് പിന്നെ പോവുക. ശ്രീനഗർ ജമ്മു കാശ്മീർ ആ ശ്രീനഗർ അല്ല, ഇവിടെ ഒരു ശ്രീനഗറുണ്ട്. അതായത് ഒരു ഉത്തരകാശിക്ക് അടുത്തായിട്ട് ഒരു കർണപ്രയാഗ്, രുദ്രപ്രയാഗ് തീർത്തും രൗദ്രം തന്നെയാണ്. വന്ന് ആഞ്ഞടിച്ചിട്ട് അത്രയും ശക്തമായിട്ട് വെള്ളം മുകളിലേക്ക് പൊന്തി വരുന്ന ഒരു സ്ഥലമാണ്. അതാണ്, രൗദ്രം തന്നെയാണ്. ശിവന്റെ ശരിക്കും രൗദ്രഭാവം അവിടെ കാണാൻ പറ്റും ഗംഗയുടെ. പിന്നെ അവിടെ നിന്ന് രുദ്രപ്രയാഗ് വഴി പ്രയാഗകളൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോയി ബദരീനാഥ് റൂട്ടിൽ ബദരീനാഥിലേക്ക് ഉള്ള ദൂരം ഹരിദ്വാർ ടു ബദരീനാഥ് 324 കിലോമീറ്റർ. അതുവരെ ബസ് പോകുന്ന ഏക റൂട്ടാണത്, മുഴുവൻ പോകുന്നത്. ഈ വാഹനവും പോകും, ഏത് വാഹനവും അവിടെ പോകും. ബദരീനാഥിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വ്യാസഗുഹ, പിന്നെ സരസ്വതി നദി തീർത്തും അന്തർഭവിച്ചിട്ടില്ല, കുറച്ച് ഭാഗം കാണുന്നുണ്ട്, ഒരു കിണർ പോലെ. മാനാ ഗ്രാമം, അവിടെ ആണ് ഇന്ത്യാസ് ലാസ്റ്റ് ടീ ഷോപ്പ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, ഇന്ത്യയിലെ അവസാനത്തെ ചായക്കട. അവിടെ അപ്പുറത്ത് ചൈനയായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ആൾക്കാരുണ്ട്. 80 കിലോമീറ്റർ അതിർത്തി ആണ് അവിടെ വിജനമായ സ്ഥലം, മരുഭൂമി പോലുള്ള സ്ഥലമാണ് ചൈനേൻ്റെ ബോർഡർ. ഏറ്റവും കൂടുതൽ മിലിറ്ററിക്കാർ അവിടെയാണുള്ളത്. മറ്റു സ്ഥലങ്ങളിലൊന്നും അങ്ങനെ കാണില്ല അതിർത്തിയിൽ. അപ്പോൾ ആ ഗ്രാമത്തിലൂടെ കുറച്ച് ദൂരമൊക്കെ നടന്നാൽ നല്ലതാണ്. അവിടെ വീടുകളൊക്കെ മേഞ്ഞിരിക്കുന്നത് ഈ എങ്ങനെയാ, ഒരു ചീനച്ചട്ടി ഉണ്ടാക്കുന്ന സൈസ് ഒരു കല്ലില്ല, ആ കല്ല് പോലുള്ള കല്ലാണ്, മഞ്ഞ് വീഴ്ച. അതുകൊണ്ട് മേഞ്ഞിരിക്കും. അവിടെ താമസിക്കാം. തൃശ്ശൂരുള്ള ഒരു നമ്പൂതിരിയാണ് അവിടെ പൂജ ചെയ്യുന്നത്, അവിടെ അമ്പലത്തിൽ. അവിടെയും തിളച്ച വെള്ളമുണ്ട് കുളിക്കാൻ. അത് ഈ 4 ഗ്രാമങ്ങളിലുണ്ട് തിളച്ച വെള്ളം. ബദരിയിലുണ്ട്. ബദരിയിലെ അമ്പലത്തിന്റെ തൊട്ടടുത്ത് തന്നെ തത്തകുണ്ടം. അവിടെ ബദ്രീനാഥില് ഈ നമ്പൂരിനെ കണ്ട് അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുക. അയാളുടെ റൂമിൽ പോയിട്ട് അവിടെ നിന്ന്, അയാള് മലയാളിയാണ്. തൃശ്ശൂരുള്ള ആളാണ് അയാൾ അവിടെ പൂജ ചെയ്യുന്നത്. ബദരിയില പറഞ്ഞത്. പിന്നെ ബദ്രീനാഥ് റൂട്ട് ശരിക്ക് കസ്തൂരിമാനുകളുടെയും അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു പൂന്തോട്ടമാണ് പോണ വഴി. നല്ല പൂവുകളൊക്കെ, കാടാണ് അധികവും. മറ്റത് അങ്ങനെയല്ല. മറ്റത്
ഇത് വെറും കാടുകളും പൂന്തോട്ടങ്ങളും ഒക്കെയാണ് കൂടുതലുള്ളത്. പ്രകൃതി ഒരുക്കിയ മനോഹരമായ പൂന്തോട്ടം. എനിക്കെന്താ ചെയ്യണ്ടേ? ഇത്രയല്ലേ അറിയാവുള്ളൂ. പിന്നെ ഡയറിയിൽ നിന്ന് കുറേ എഴുതിയിരുത്തിയിരുന്നു. അത് ആ കടലാസ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടില്ല. ദിവസം 11 ദിവസം. ആ ജീപ്പിൽ നമ്മൾ പോയാൽ ഇത്രയും സ്ഥലം പോകാൻ 11 ദിവസം അവിടെ നിന്ന്. അപ്പോൾ ഒരു 2 ദിവസം കുറയ്ക്കാം. 9 ദിവസം എന്തായാലും. പക്ഷേ നിങ്ങൾ ഹരിദ്വാർ കാണുന്നുണ്ടെങ്കിൽ 2 ദിവസം വേണ്ടി വരും. ഒരു ദിവസമെങ്കിലും കാണണ്ടേ? ഒരു ദിവസം കൊണ്ട് ഒന്നും ആവില്ല ഹരിദ്വാർ കാണാൻ. ഡൽഹി കാണണ്ടേ? പോണ ആൾക്കാർക്ക് കാണണ്ടേ? നിങ്ങൾക്ക് കാണണ്ടെങ്കിലും അതെ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ പറയുമ്പോൾ നിങ്ങളാ കൃത്യമായ ആ ഡേറ്റ് ഉണ്ടല്ലോ, അത് പോരാന്നുള്ള നമുക്ക് അഭിപ്രായമുണ്ട്. അവർ ബുക്ക് ചെയ്തതേ ഇങ്ങോട്ട് വരുന്നത് ട്രെയിനല്ലേ, അത് മാറ്റാലോ. ഇപ്പോൾ തന്നെ നോക്കിയ സീറ്റ് കിട്ടുന്നുണ്ടാവും കേട്ടോ. റിസർവേഷൻ സെക്കൻഡ് ക്ലാസ്സാണ് അതോ എ സിയോ? അതെ, അത് 2 ദിവസം കൂട്ടിയാലും കുഴപ്പമില്ല. ഞങ്ങൾ 2 ദിവസം കുറച്ചിട്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്ത് പോന്നു. അതിൻ്റെ നരകം പുറത്തൊന്നായിരുന്നില്ല. ഹിമാലയത്തിൽ വളരെ സുഖമായിട്ട് പോയി. ബോംബെ കല്യാൺ വരെ നിന്നു.